നമുക്ക് സന്തോഷായില്ലേ? പിന്നെ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് എത്തിയാ ഞങ്ങൾക്ക് പിന്നെ സന്തോഷാവാതിരിക്കോ? ഇനി ഞങ്ങൾ സത്യാമ്മയുടെ അടുത്തേക്ക് അയക്കോ? ഇല്ല മക്കളെ, നിങ്ങളെ അമ്മ ഇനി ഒരിടത്തേക്കും വിടില്ല. ഇതെന്നോ നിങ്ങൾ താമസിക്കുന്ന വീട്? അതെ അച്ഛാ, ഞങ്ങൾ ഇപ്പൊ അമ്മയെ വിളിക്കാം. അമ്മേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. വെയിറ്റ് ചെയ്യാൻ പറ്റൂല അമ്മാവാ, പോയിട്ട് വേറെ തിരക്കുണ്ട്. ഇയാൾക്ക് എത്ര വേണ്ട? 100 രൂപ എന്നാ കൊണ്ടുപോ. എന്നാ വലിയ തിരക്കാന്നല്ലേ. അമ്മേ, അമ്മേ, അമ്മേ വാതിൽ തുറക്കമ്മേ. ഈ നേരത്ത് ഇവരെന്താ ഇവിടെ? തുറക്കുന്നില്ലല്ലോ സത്യ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അമ്മേ, വാതില് തുറക്കമ്മേ. അമ്മേ, വാതില് തുറക്കുന്നില്ലല്ലോ അച്ഛാ. ശാലിനി, വിഷ്ണു, അമ്മ എവിടെ? അമ്മ അകത്തുണ്ട്. വാ സത്യ. അമ്മേ, അമ്മേ, മക്കളാണല്ലോ. വിഷ്ണു, ഇതെന്താ ഈ സമയത്ത്? ഈ സമയത്തല്ലാതെ എനിക്ക് അവരെ കൊണ്ട് അവിടെ നിന്ന് പോരാൻ പറ്റും? ആമേ അറിഞ്ഞോണ്ട് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനെങ്കിൽ വാ, വന്നേ. അമ്മേ, 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 ഈ രാത്രിയില് എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഒന്നും പറയണ്ട, അതൊക്കെ ഇങ്ങി പോന്നു. ഒരു ഓട്ടോ കിട്ടിയേ, പിന്നെ കുട്ടിയൊക്കെ വഴിയറിയായിരുന്നല്ലോ. പിന്നെ പറഞ്ഞും പിടിച്ചെന്താ ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലേ. ഈ കൊച്ചുങ്ങളുടെ സങ്കടം കണ്ടിട്ടാണെങ്കിൽ എനിക്കിവിടെ ഇരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല. അതാ എന്തും വരട്ടെ എന്ന് കരുതി ഇവരെ വിളിച്ചോണ്ടെങ്കിൽ പോകുന്നതേ. പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കേ ഇവരെ കാണാതിരിക്കാൻ ഒക്കത്തില്ലെന്നേ. ഇവർക്കും അങ്ങനെ തന്നെ കേട്ടോ. ഓ, ഇങ്ങോട്ട് പോരണമെന്ന് വെച്ചേ രണ്ടും കൂടെ എന്തോ ഒരു ബഹളമായിരുന്നു. ഇപ്പൊ രണ്ടുപേർക്കും സന്തോഷമായല്ലേ? എങ്കിലേ അച്ഛൻ അങ്ങോട്ട് പോവാ. ഒരുറക്കം കഴിയുമ്പോഴേ ബാമ എണീക്കും. അതിനു മുമ്പേ എനിക്ക് അവിടെ എത്തണം. അവളറിയാതെ ഏർപ്പാടൊക്കെ ചെയ്തതേ. അച്ഛനെ വീട്ടിൽ കൊണ്ടാക്ക്. ഓ വേണ്ട, ഞാനങ്ങ് നോക്കോളാം. ഓ, ഇനിയിപ്പോ രാത്രി അവനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കണ്ട, ഞാനങ്ങ് നോക്കോളാം. അച്ഛനെ ഞാൻ കൊണ്ടുപോയി ആക്കാം. നമ്മുടെ വണ്ടി ഉള്ളപ്പോ അച്ഛൻ എന്തിനാ വെറുതെ ഓട്ടോയിലൊക്കെ പോന്നേ? 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. വരാം അച്ഛാ, ദാ വന്നു. ഈ ചെറുക്കന്റെ കാര്യം. അച്ഛാ, സത്യാമ്മേനെ അറിയുമ്പോ എന്തു വന്നാലും കുഴപ്പമില്ല മോളെ. ഈ കുട്ടികളെ ഓർത്തെ നീ സങ്കടപ്പെടരുത്. എനിക്കത്രേ ഉള്ളൂ. എങ്കിൽ അച്ഛാ നമുക്ക് പോവാം. ഇപ്പൊ രണ്ടുപേർക്ക് സന്തോഷമായല്ലേ? അതെ, മിടുക്കി കുട്ടികളായിട്ടിരിക്കണം കേട്ടോ. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വരാം നിങ്ങളെ കാണാനായിട്ട് കേട്ടോ. കണ്ടോ മോളെ, ഈ മക്കളുമാരുടെ സന്തോഷം അത് കണ്ടാ മതി എനിക്ക്. അപ്പോഴേ ഇനി വൈകുന്നില്ല, ഇറങ്ങാം. പോവാം മോളെ. അച്ഛാ, വാ.
പതുക്കെ അച്ഛാ, സൂക്ഷിച്ച്. അമ്മയെ കാണാതെ ഞങ്ങൾ എത്ര വിഷമിച്ചെന്നറിയോ? ഇപ്പോ നിങ്ങക്ക് സന്തോഷായില്ലേ? പിന്നെ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് എത്തിയാ ഞങ്ങൾക്ക് പിന്നെ സന്തോഷാവാതിരിക്കോ? ഇനി ഞങ്ങളെ സത്യാമ്മയുടെ അടുത്തേക്ക് അയക്കോ? ഇല്ല മക്കളെ, നിങ്ങളെ അമ്മ ഇനി ഒരിടത്തേക്കും വിടില്ല. അച്ഛാ വാ, അച്ഛൻ കയറിക്കോ. എനിക്കിപ്പോ നല്ല എക്സ്പീരിയൻസ് ആടാ. പതുക്കെ. നിന്റെ കൂടെ യാത്ര ചെയ്തേ. ആ, ഒന്ന് പിടിച്ചിരുന്നോ? കേറ് കേറ്. ആ എടാ മക്കളെ, ആ. പറപ്പിച്ച് വേണം കേട്ടാ. ആ ആ നമ്മള് സ്ഥിരം പോകുന്ന പോലെ അങ്ങ് മിന്നിച്ചേക്കാം. ആ ഉം. ദൈവമേ, എന്നെ ഇവിടെ വിളിച്ചു നിർത്തി. ഇനി എന്തൊക്കെ പുകലുകൾ ഉണ്ടാവുമോ ആവോ. ആ വരുന്നുണ്ട്. സാറേ, സാർ എന്ത് പണിയായി കാണിച്ചത്? സത്യം അവിടെ ദേഷ്യം പിടിച്ചിരിക്കുക. അച്ഛാ, അമ്മ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്ത് നേരിടാൻ തയ്യാറായിക്കോ. യുദ്ധമുഖത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഡാ, നീ കൂടെ ഉണ്ടാവത്തില്ലേ? ദേ, അതുവരെ എനിക്ക് അനുവാദമുള്ളൂ. ബാക്കി അച്ഛൻ നോക്കിക്കോണം. ദാ വരുന്നുണ്ട്. ആ അച്ഛൻ നോക്കി, പതിയെ പതിയെ. ആ ഞാൻ ഉറങ്ങിയ തക്കത്തിന് കുട്ടികളെ കൊണ്ടുപോയ ദുഷ്ട ഏൽപ്പിച്ചല്ലേ? ആ, കുട്ടികളുടെ സങ്കടം കണ്ട് സഹിക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടാക്കിയത്. കുട്ടികളുടെ സങ്കടം കണ്ടപ്പോ നിങ്ങൾക്ക് വേദനിച്ചു. മറ്റുള്ളവരുടെ സങ്കടം നിങ്ങൾ കാണുന്നുമില്ല. ഡാ, നീ വെക്കോ, ഇരിയാ നോക്കിക്കോളാം. ഓ, നോക്കാനൊന്നുമില്ല. ഈ വീട്ടിലേക്ക് നിങ്ങൾ ഇനി കയറി പോവരുത്. ചായ്വ് മരുമകളുടെ അടുത്തല്ലേ? ഇനിയുള്ള കാലം അവിടെ പോയങ്ങ് കഴിഞ്ഞാ മതി. സത്യമേ, കുട്ടികളുടെ നിർബന്ധം കൊണ്ടാ അച്ഛൻ. അച്ഛനോ? ഏതച്ഛൻ? ഹ്, ഇങ്ങേര് ബോധമില്ലാതെ എന്തൊക്കെ പറയുന്നു വെച്ച് അതിനൊപ്പം നീ ഇനി തുള്ളണ്ട. എടാ, നിന്റെ മകനെ പോലും ഞാൻ സ്നേഹിച്ചതാ. എന്നിട്ടും നീ അവളുടെ വാക്കം കേട്ട് അവളുടെ ബാലായി കൂടി. എനിക്കതിൽ പരിഭവം പരാതി ഒന്നുമില്ല. നീ അവൾക്ക് സംരക്ഷണം കൊടുക്കുകയോ കൂട്ടത്തിൽ കൂടുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം. ഞാനൊന്നും മനസ്സ് തുറന്ന് ശപിച്ചാലുണ്ടല്ലോ, ഒരു കാലത്തും നിനക്കും അവൾക്കും ഗതി കിട്ടില്ല.